നമ്മുടെ യാത്ര നേരെ സാമ്പ്രാണിക്കൊടിയിലേക്കാണ്. 150 രൂപയ്ക്കാണ് ഇവിടുന്ന് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ആവുന്നത്. ഇവിടെ നമ്മൾ ബോട്ടിൽ നേരെ കയറി സാമ്പ്രാണിക്കൊടിയിലോട്ട് പോവുകയാണ്. ഒരു ബോട്ടിൽ മാക്സിമം 7 പേരെയാണ് അവർ അലോ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇപ്പം ബോട്ടിൽ കയറി നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇപ്പം 150 രൂപ കുറച്ച് ചാർജ് കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇവിടെ വളരെ അടുത്താണ്, ഒരുപാട് ദൂരമൊന്നുമില്ല, നമുക്കിപ്പോൾ തന്നെ എത്താം. ഒരു 5 മിനിറ്റത്തെ പരിപാടിയേ ഉള്ളൂ, അപ്പോഴത്തേക്ക് നമ്മളവിടെ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പുറപ്പെട്ടത്. ഇതാണ് അതിൻ്റെ മെയിൻ ഗേറ്റ്. ഇത് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ബാക്കിലാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറൊക്കെ ഉള്ളത്. അവിടെ നമ്മൾ കയറി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. റിട്ടേൺ വരുമ്പോൾ നമ്മൾ ഇവിടെയാണ് വന്ന് ഇറങ്ങുന്നത്. അപ്പം അങ്ങോട്ട് പോയവരൊക്കെ തിരിച്ച് വരുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുന്ന ബോട്ടിലായിരിക്കത്തില്ല ചിലപ്പോൾ തിരിച്ച് വരുന്നത്. നമുക്ക് ഏതാണോ അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ കയറി നമ്മൾ തിരിച്ച് വരും. അപ്പം ആദ്യം പോയവരൊക്കെ തിരിച്ച് വരികയാണ്. ഇത്ര സമയമൊന്നുമില്ല, നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ നിൽക്കാം. അതിനുശേഷം നമുക്ക് തിരിച്ച് ഏത് ബോട്ടാണോ ഉള്ളത് അപ്പോഴത്തേക്ക് നമുക്ക് തിരിച്ച് വരാവുന്നതാണ്. അപ്പം നല്ല ആളുണ്ട്. നമ്മൾ വന്ന സമയത്ത് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ആളുള്ള സമയത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സാമ്പ്രാണിക്കൊടിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇപ്പോൾ ആൾക്കാരെല്ലാം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിവിടെ ഇറങ്ങാം. വെള്ളം ഇനി നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഇവിടെ നമ്മളെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. ഇറങ്ങിയത് നമ്മളൊരു ചെറിയൊരു തട്ടിൻ്റെ പുറത്താണ് നമ്മളെ ഇറക്കുന്നത്. അവിടെ നമ്മൾ താഴോട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട് ഇവിടെ ഇപ്പോൾ. അപ്പോൾ ഇവിടെ വരുന്നവർ അത്യാവശ്യം ഒരു ജോഡി ഡ്രസ്സും കൂടെ കൈ കരുതുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മളിവിടെ ഇപ്പം എൻ്റെ തന്നെ മുട്ടിന് മുകളിൽ വരെ വെള്ളമുണ്ട്. നമ്മുടെ ഷർട്ടും പാൻറ്റൊക്കെ നനയാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ തിരിച്ചു പോകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നനയും. അപ്പോൾ ഒരു ഡ്രസ്സ് വല്ലതും പഴയതുണ്ടെങ്കിൽ നമുക്ക് മാറാൻ വേണ്ടി ഒരു എണ്ണം കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഒരു ഡ്രസ്സും കൂടെ കൊണ്ടുവരണം. അപ്പം കയ്യിൽ മൊബൈലും പേഴ്സൊക്കെ നനയാതെ ശ്രദ്ധിക്കുക. ഇത്ര ഹൈറ്റിൽ വെള്ളമുണ്ട്. പല സ്ഥലത്തും പല രീതിയിലാണ് വെള്ളം ഇവിടെ കിടക്കുന്നത്. ചിലയിടത്ത് ഹൈറ്റ് കുറവുണ്ട്, ചിലയിടത്ത് നമുക്ക് നല്ല അത്യാവശ്യം നല്ല ഹൈറ്റും ഉണ്ട്. അപ്പം എൻ്റെ തന്നെ മുട്ടിന് മുകളിൽ വരെ വെള്ളമുണ്ട്. അപ്പം അത്യാവശ്യം നനഞ്ഞിട്ടുണ്ട് ഞാൻ. അങ്ങനെ നമ്മൾ റിട്ടേൺ പോകാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വന്ന ബോട്ടിലല്ല നമ്മളീ പോകുന്നത്. അപ്പോൾ പുതിയ വേറൊരു ബോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലോട്ട് കയറിയിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞത്രേ ഉള്ളൂ. നമുക്ക് ഇവിടുന്ന് വള്ളത്തിൽ വേണമെങ്കിൽ നമുക്ക് വേറൊരു ഐലൻഡ് ഉണ്ട്, അങ്ങോട്ട് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ അതിന് എക്സ്ട്രാ നമ്മൾ പൈസ അടയ്ക്കണം. ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. അപ്പോൾ അവിടെ പോകാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമുക്ക് അവിടെ വള്ളത്തിൽ കയറി അവർ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും. ഇവിടെ അധികം ആഴമില്ലാത്ത ഏരിയയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയില്ല, നമ്മൾ തിരിച്ച് ഇനി പോവുകയാണ്. അങ്ങനെ നമ്മുടെ യാത്ര കഴിഞ്ഞ് നമ്മളിവിടെ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ബോട്ട് ജെട്ടിയിൽ വന്ന് ഇറങ്ങി. ഇതിനപ്പുറത്തുനിന്നാണ് നമ്മൾ കയറിപ്പോയത്. നമ്മളിവിടെ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സാമ്പ്രാണിക്കൊടിയുടെ വിശേഷങ്ങൾ. ഓക്കെ.